താത്വികമായി സെക്യുലറിസം ഇസ്ലാമിക വിരുദ്ധമാണെന്ന് വാദിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി സെക്യുലറിസത്തിന്റെ ആവശ്യകത ഒരു ബഹുസ്വര സമൂഹത്തിൽ അത്യന്താപേക്ഷിതമാണെന്ന് പറയുന്നു. ജമാഅത്തിന്റെ നിലപാട് ആദർശപരമായ വ്യതിയാനമാണ്. മറുപടി പ്രതീക്ഷിക്കുന്നു. ചോദ്യം ചോദിച്ചിരിക്കുന്നത് രാജൻ മുക്കം, മറുപടി പറയുന്നത് ഒ അബ്ദുറഹ്മാൻ സാഹിബ്. ആകപ്പാടെ ഈ സെക്യുലറിസം എന്ന് പറഞ്ഞ സാധനം എന്താ? അത് യൂറോപ്പിലെ അതിന്റെ കൺസെപ്റ്റൊക്കെ പോട്ടെ. ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കും എല്ലാ മതസ്ഥർക്കും തുല്യ പരിഗണനയും അവകാശങ്ങളും ലഭ്യമാവണം. അങ്ങനെയാണ് ഇന്ത്യൻ സെക്യുലറിസത്തെ വിഭാവനം ചെയ്തിരിക്കുന്നത്. ഭരണഘടനയുടെ സ്പിരിറ്റാണതാണ്. പലപ്പോഴും അത് ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. അപ്പൊ ഇതാ തത്വം. ഒരു രാജ്യത്തിലെ പൗരന്മാർക്ക് മതത്തിന്റെ അടിസ്ഥാനത്തിൽ യാതൊരു വിവേചനവും അനുഭവിക്കേണ്ടി വരരുത്. ഒരു പ്രത്യേകമായ പരിഗണനയും ഒരു മതത്തിന്റെയും അനുയായികൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതാണ്. ഈ കാര്യത്തിൽ ആർക്കാണ് വിയോജിപ്പ്? ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം അത് 1960കളുടെ ആദ്യത്തിൽ തന്നെ അതിന്റെ ശൂറ യോഗം ചേർന്ന ശേഷം ഇന്ത്യൻ മതനിരപേക്ഷതയെ അംഗീകരിച്ചിട്ടുള്ളതാണ്. 1964 മുസ്ലിം മജ്ലിസെ മുഷാവറ എന്ന് പറയുന്ന എല്ലാ മുസ്ലിങ്ങളുടെയും പൊതുവേദി രൂപീകരിക്കുന്നതിന്റെ പ്രാരംഭമായിട്ട് കേന്ദ്ര ക്യാബിനറ്റിൽ അംഗമായിരുന്ന MP ആയിരുന്ന ഡോക്ടർ സെയ്ദ് മഹ്മൂദ് അദ്ദേഹം ഒരു കത്ത് എഴുതി മൗലാന അബുല്ലേ ഷിസായിക്ക്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായിരുന്നു. ആ കത്തിൽ അദ്ദേഹം ചോദിച്ചു, ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ചും മതനിരപേക്ഷയെക്കുറിച്ചും നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്ന്. അബുല്ലേ സാഹിബ് അത് മറുപടി നൽകി, താങ്കൾ വിവരിക്കുന്ന വിധത്തിൽ, അതായത് ആരോടും വിവേചനമില്ല എന്ന അർത്ഥത്തിലുള്ള സെക്യുലറിസം ഞങ്ങൾ ചോദ്യം ചെയ്തിട്ടില്ല, ഞങ്ങൾ അംഗീകരിക്കുമെന്ന്. അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ കാര്യങ്ങളും ജമാഅത്തെ ഇസ്ലാമി ആ ഒരു സ്റ്റാൻഡാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇസ്ലാമിനെതിരാണെന്ന് പറയുന്ന സെക്യുലറിസം അതിപ്പോഴും എതിരെ തന്നെ. അതായത് മനുഷ്യന് ആവശ്യമുള്ളവർക്ക്, വിശ്വാസമുള്ളവർക്ക് സ്വകാര്യ ജീവിതത്തിൽ മതമനുസരിച്ച് ജീവിക്കുകയോ ജീവിക്കാതിരിക്കുകയോ ചെയ്യാം, അത്രയേ ഉള്ളൂ. ബാക്കി പൊതുജീവിതം മുഴുക്കെ, കുടുംബജീവിതം ഉൾപ്പെടെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഏക സിവിൽ കോഡിനുകൊണ്ട് വാദം തന്നെയും അടിസ്ഥാനത്തിൽ വരുന്നതാണ്. കുടുംബജീവിതം ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും മതേതര നിയമങ്ങളാണ് വേണ്ടത്. അവിടെ മതനിയമങ്ങൾ പാടില്ല എന്ന് പറയുന്ന സെക്യുലറിസം ഇത് ഇസ്ലാമിനെതിരല്ലെങ്കിൽ പിന്നെ എന്താ? അപ്പൊ ആ ഒരു കാര്യം വ്യത്യാസം മനസ്സിലാക്കാതെ സെക്യുലറിസത്തെ എതിർക്കുന്നു പറയും. ഒരു മുസ്ലിമായ മനുഷ്യന് അയാളുടെ കുടുംബം, സ്വത്തവകാശം, മാതാപിതാക്കളോടുള്ള പെരുമാറ്റം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇസ്ലാമിക നിയമങ്ങൾ പാലിക്കാതിരുന്നാൽ പിന്നെ ആൾ മുസ്ലിമാവും. ആ നിയമങ്ങൾ പാലിക്കണമെങ്കിൽ തീർച്ചയായും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. അത് അംഗീകരിക്കുന്നതാണ് ഇന്ത്യൻ ഭരണഘടന. പക്ഷെ അതിപ്പോൾ ഇങ്ങനെ കൊണ്ടുപോയിട്ട് സെക്യുലറിസം എന്ന് പറയുന്നത് മതനിഷേധപരമായ, മതനിരാസപരമായ ഒരു സെക്യുലറിസം കൊണ്ടുവരികയും അതിനെ ജമാഅത്തെ ഇസ്ലാമി എതിർക്കുമെന്ന് പറയുന്നത് യോജിക്കാൻ കഴിയില്ല. തീർച്ചയായും ജമാഅത്തെ ഇസ്ലാമി അതിനെ എതിർക്കും. അതേ അവസരത്തിൽ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യഥാർത്ഥ ഇസ്ലാമിക രാഷ്ട്രത്തിന് സെക്യുലറിസത്തിന് ആവശ്യമേ ഇല്ല. എല്ലാ വിഭാഗം പൗരന്മാർക്കും വിശ്വാസത്തോടുകൂടിയോ അല്ലാതെയോ അവിടെ സ്വതന്ത്രമായി ജീവിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി നിര്യാതനാകുമ്പോൾ മദീന എന്ന് പറയുന്ന മാതൃക ഒന്നാമത്തെ ഇസ്ലാമിക സ്റ്റേറ്റിലെ അമുസ്ലിങ്ങൾക്കാർക്ക് ഭൂരിപക്ഷം. എന്ത് കുഴപ്പമുണ്ടായി? ഒന്നും ഉണ്ടായില്ല. അവർക്കെല്ലാം സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം നൽകിയില്ലേ? പലസ്തീൻ ഖത്താബിന്റെ കാലത്താണ് ഇസ്ലാമിന് കീഴടങ്ങുന്നത്. അദ്ദേഹം ആ നാട്ടിലെ ക്രിസ്ത്യാനികളായ ഭൂരിപക്ഷത്തെ അവിടെ ജീവിക്കാൻ വെച്ചത് മാത്രമല്ല, പൂർണ്ണ മതസ്വാതന്ത്ര്യം ഉറപ്പ് നൽകിക്കൊണ്ട് അദ്ദേഹം എഴുതിയ കരാർ ചരിത്ര പ്രസിദ്ധമാണ്. ഇതൊന്നും സെക്യുലറിസത്തിൽ കൊണ്ടുണ്ടായതല്ല, ഇസ്ലാമിന്റെ തന്നെ നിയമങ്ങളാണ്. ആ നിയമങ്ങൾ ഉള്ളിടത്തോളം കാലം ഇസ്ലാമിന് വേറെ സെക്യുലറിസമോ ഹ്യൂമാനിസമോ അല്ലെങ്കിൽ സോഷ്യലിസമോ ഒന്നും തെരഞ്ഞു പോകേണ്ട കാര്യമില്ല.